ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്ലോഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഇവിടെ ഈ ഒരു വീഡിയോയുടെ കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ സ്വത്തൊട്ടിനെ അങ്കൻവാടിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 3:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3:30 ടൈമിലാണ് നമ്മൾ പിള്ളേരെ എനിക്ക് അങ്കൻവാടിയിൽ നിന്ന് വിടുന്നത്. അപ്പോൾ പോണ സമയത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. പെട്ടെന്നുള്ള മഴയായിട്ടുണ്ടായിരുന്നത്. ആദ്യം നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ചെറുതായിട്ട് അങ്ങനെ തൂളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അങ്കൻവാടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്കൻവാടിയിൽ എത്തിയപ്പോൾ എല്ലാ പിള്ളേരും നല്ല സുഖമായിട്ട് നല്ല തണുപ്പത്ത് കിടന്ന് ഉറങ്ങാണ് സീനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റെഡ് ടീഷർട്ട് ഇട്ട കുട്ടി മാത്രം ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാവരും നല്ല ഉറക്കായിരുന്നു. പിന്നെ ഞാൻ അവിടെ പോയിട്ട് കുറേ നേരം സ്വത്തൊട്ടിനെ വിളിക്കുക ചെയ്തു. പിന്നെ അടുത്ത ചേച്ചി പറഞ്ഞ് കിടന്ന് ഉറങ്ങിക്കോട്ടെ, തണുപ്പൊക്കെ അല്ലേന്ന്. എന്നാലും ഞാൻ വിളിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്വത്തൊട്ടി ചെറുതായി തല പോകുന്നുണ്ട്. എന്തോ സ്വപ്നമാണോ എന്ന് അറിഞ്ഞിട്ടാണോ എന്തെന്നറിയില്ല. അവൻ വീണ്ടും അവിടെ കിടന്നോട്ടോ. പിന്നെ ഞാൻ വിളിച്ചിട്ട് വെള്ളം കുടിക്കി ചീച്ചി വയ്ക്കാൻ പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ വീണ്ടും അങ്ങനെ എണീക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ഓരോ പിള്ളേരായിട്ട് പിന്നെ എണീക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വത്തൊട്ടി എണീറ്റു, പോയിട്ട് ചീച്ചി ഒഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ബാഗൊക്കെ എടുത്തിട്ട് വരികയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഞങ്ങൾ ടീച്ചറുടെ അടുത്തും ചേച്ചിയുടെ അടുത്തൊക്കെ ടാറ്റ പറഞ്ഞിട്ട് നടക്കുകയാണ് കേട്ടോ. സ്വത്ത് ഇങ്ങനെ നടക്കണ് പേടിക്കാൻ. എന്ത് സാധനം സ്വത്ത് രാവിലെ പറഞ്ഞത്? സ്വത്ത് എന്ത് സാധനം പറഞ്ഞത്? അതുണ്ടോ നോക്കാം അവിടെ കേട്ടോ. ഇന്നാണെങ്കിൽ മഴ നിൽക്കാനുള്ള ചാൻസ് ഇല്ലയെന്ന് തോന്നുന്നത്. കാരണം നല്ല മഴക്കാറായിരുന്നു. ആകെ ഇരുണ്ട് മൂടി കയറ്റുന്ന ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് കടയിൽ പോകുന്ന സീനൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വേഗം സാധനങ്ങൾ മേടിച്ചിട്ട് സ്വത്തൊട്ടിനെ എടുത്ത് കുടയും പിടിച്ചിട്ട് വരികയാണ് കേട്ടോ. മഴയാണെങ്കിൽ തൂളിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ റോഡിൽ ഇത്ര വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ അത് തിരിച്ച് വരുമ്പോൾ റോഡ് നിറഞ്ഞിരിക്കുകയാണ്. ഒരു പച്ചപ്പൊക്കെ കണ്ടപ്പോഴാണ് ഈ ഒരു സീൻ എടുത്തത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ വീടാണ് കേട്ടോ ആ ഒരു വീട്. അപ്പോൾ സ്വത്തൊട്ടി ഒരേ വർത്താനങ്ങൾ കേട്ടോ. എന്ത് മിഠായി തിന്ന്? ഡെയറി മിൽക്ക്. അയ്യോ ഇടി വെട്ടണു. മഴക്കാറും ഉണ്ടായിരുന്നു, നല്ല ഇടിവെട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അത് കാരണം പേടിച്ച് വേഗമാണ് നടന്നിട്ടോ. ഇനി ഇടിവെട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം നടക്കുന്നുണ്ട്. നമുക്കിനി കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ വീടെത്തും കേട്ടോ. ഇരിക്കേ, നീ വീഴും, അമ്മയ്ക്ക് എടുക്കാൻ പറ്റില്ല. അച്ഛന് 5 രൂപ തന്നൂടെ അല്ലേ? സ്വത്തിന് മിഠായി തന്നിട്ട് അല്ലേ? ഇനി മിഠായി വേണ്ട, പൈസ മതി പറഞ്ഞാൽ മതി കേട്ടോ. പറയോ? മിഠായി വേണ്ട, പൈസ മതി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറയരുത്. മിഠായി വേണമെന്ന് പറയണം. മിഠായി വേണ്ടെന്ന് പറയണം. പൈസ മതി അച്ഛ സ്വത്തിന് കൂട്ടി വെക്കാനാന്ന് പറഞ്ഞാൽ മതി. അപ്പം അച്ഛ പൈസ തരും കേട്ടോ. പറയോ? എന്ത് അമ്പം വിട്ട പെരിച്ചഴി പോലെ നിൽക്കുന്നത്? അയ്യോ വെള്ളം അടിക്കോ. അങ്ങനെ ഞങ്ങളിത് വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അധികം വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. ഇവിടെ നിന്ന് അങ്കൻവാടിയിലോട്ട് ഒരു 10 മിനിറ്റ് മാക്സിമം നടക്കുമ്പോൾ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ നടന്ന് വരുമ്പോഴും പിന്നെ ഈ പറഞ്ഞ പോലെ കടയിൽ അവിടെയൊക്കെ കയറി വരുമ്പോഴൊക്കെ നമുക്ക് ടൈം പോവും. അത് വേറെ കാര്യം. അല്ലാണ്ട് നമുക്ക് ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ നടക്കുവാണെങ്കിൽ നമുക്ക് വേഗം തന്നെ പോയിട്ട് വരാൻ പറ്റും കേട്ടോ. അപ്പോൾ അതേ അമ്മമ്മ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അമ്മമ്മയ്ക്ക് വെയ്യാണ്ടായിട്ട് അമ്മമ്മ വന്നതാണ് കേട്ടോ. അപ്പോൾ അതേ അമ്മമ്മയുടെ അടുത്ത് പോയി സ്വത്തട്ടി പാപ്പയുടെ കാര്യമൊക്കെ ഓരോന്നൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാനിതേ വേഗം വന്നിട്ട് കാലൊക്കെ ഒന്ന് കഴുകുകയാണ്. കാരണം റോട്ടിൽ മൊത്തം ചെളിയെല്ലാം ഉണ്ടായിരുന്നു. അത് കാരണം ചെരുപ്പിൻ്റെ അടിയിലൊക്കെ ചെളി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അത് കാരണം നടക്കാനൊരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വേഗം വന്നിട്ട് കാലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ.
അങ്ങനെ സ്വത്തുട്ടീനെ അമ്മമ്മയുടെ അടുത്ത് ഇരുത്തി അവരവിടെ എന്തോ വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ വേഗം വന്ന് സ്വത്തുട്ടിയുടെ ബാഗിലത്തെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെക്കാൻ കേട്ടോ. വെള്ളമാണെങ്കിൽ കുറച്ചേ കുടിച്ചിട്ടുള്ളൂ. പിന്നെ അതേ നമുക്ക് അങ്കൻവാടിയിൽ നിന്ന് വീട്ടിലോട്ട് നമുക്ക് ഗോതമ്പ് പായസമൊക്കെ തന്നു വിടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഗോതമ്പ് പായസം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ പപ്പടം കൊണ്ടുപോയിട്ടുള്ള പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ പപ്പടം കഴിച്ചിട്ടുണ്ട്. ഭാഗ്യം ഇന്നലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എടുക്കാൻ മറന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അടുക്കളയിലോട്ട് കൊണ്ടുപോയി വയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ ഞാൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ല. അപ്പോൾ സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. മോതിരപ്പാപ്പ എന്നാണ് ഞങ്ങൾ ഇതിനെ വിളിക്കുന്നത് കേട്ടോ. അതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്ന് അറിയില്ല. അപ്പോൾ സ്വത്തുട്ടിയുടെ മോതിരപ്പാപ്പയാണ് സ്വത്തുട്ടിക്ക് സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതാണ് കേട്ടോ. പിന്നെ കേക്ക് എന്ന് പറയുമ്പോൾ കേക്ക് ഉണ്ടായിരുന്നില്ല, ഈ ഒരു കപ്പ് കേക്കാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു, പാലും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലത്തെ കുറച്ച് ചായ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാക്കിയിട്ട് ഞാൻ എനിക്ക് കുടിക്കാനായിട്ട് കപ്പിലേക്ക് മാറ്റി വയ്ക്കാണ് കേട്ടോ. പിന്നെ അതിൽ തന്നെയാണ് നമ്മുടെ സ്വത്തുട്ടിക്ക് അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രം കേകിയിട്ട് സ്വത്തുട്ടിയുടെ പാല് കാച്ചാൻ വേണ്ടിയിട്ട് പോകാറ് കേട്ടോ. അപ്പോൾ സ്വത്തുട്ടിക്ക് അങ്കൻവാടി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് കൊടുക്കണം എന്നാണ് എനിക്കൊരു ധാരണ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ പാല് തിളപ്പിക്കും, കുടിച്ചാൽ കുടിച്ചു, ഇല്ലെങ്കിൽ ഇല്ല കേട്ടോ. അവരാണെങ്കിൽ ഇതേ നാരങ്ങ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ തിന്നുകൊണ്ട് നടക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്ക് ചായക്ക് കടിയായിട്ട് ഞാനിതാ മറ്റേ കപ്പ് കേക്ക് എടുക്കുകയാണ്. പിന്നെ സ്വത്തുട്ടിക്കാണെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുകയാണ്. പക്ഷേ സ്വത്തുട്ടിക്ക് ഇത് കാണിച്ചു കൊടുത്തപ്പോൾ സ്വത്തുട്ടി പറഞ്ഞ കേക്ക് ഇതല്ല എന്നാണ് പറയുന്നത്. പക്ഷേ എന്ത് കേക്കാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഒന്നുകൂടി ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് മറ്റേ ബ്രെഡ് പോലത്തെ ഒരു കേക്ക് ഉണ്ടല്ലോ, നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ളൊരു ബ്രെഡ് ടൈപ്പിൽ കുഞ്ഞൊരു പാക്കിൽ വരുന്നത്, അതാ തോന്നുന്നു. അപ്പോൾ ദേ എനിക്കുള്ള ചായയും കടിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ പനി മാറ്റി വരുന്നത് കേട്ടോ. എന്താ കയ്യിൽ ബിരിയാണിയാ? കേക്കാ? സ്വത്തിന് കേക്ക്, സ്വത്തിന് കേക്ക് മേടിച്ചാ കിടച്ചേ. എന്നെ വീട്ടിൽ വരുമ്പോ അപ്പോൾ ചേട്ടനാണെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. സ്വത്തുട്ടി കേക്ക് വേണം, കേക്ക് കഴിക്കണം ഒന്നും പറഞ്ഞിട്ടില്ല. മനസ്സറിഞ്ഞ് മേടിച്ചു കൊണ്ടിരുന്ന പോലെയായിരുന്നു. അപ്പോൾ കേക്ക് മേടിച്ച് കിടന്നപ്പോഴുള്ള സ്നേഹപ്രകടനങ്ങളാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സ്വത്തുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അവന് ക്രീം കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു കേക്കല്ല അവൻ പറഞ്ഞത്. പിന്നെ അതും കൂടാണ്ട് ചേട്ടൻ ഇതേ നമുക്കായിട്ടുള്ള സാൻഡ്വിച്ചും പിസയൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തോന്നലെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല, ഒരു തോന്നൽ. ഞാൻ ഉണ്ടെങ്കിലല്ലേ മേടിച്ചുകൊണ്ടിരാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ മേടിച്ചോണ്ടിരാൻ പറ്റില്ല എന്നൊക്കെയുള്ള ഡയലോഗൊക്കെ അടിച്ചു. അപ്പോൾ ഞാൻ വേഗം അടുക്കളയിലോട്ട് പോയിട്ട് സ്വത്തുട്ടിക്ക് ആദ്യം കേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 3 കേക്ക് പീസാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വത്തുട്ടിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്വത്തുട്ടിക്ക് അങ്ങനെ കേക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഞാനിത് ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്വത്തുട്ടി ഇവിടെ ഇതാ കേക്കൊക്കെ നന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്രീം കേക്ക്. ഞാനാണെങ്കിൽ ഇവിടെ സാൻഡ്വിച്ച് ഇതൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയൊരു വീഡിയോ പോസ്റ്റ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ചുമ്മാ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും പറഞ്ഞു ഞങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്നുകൊണ്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഈ ഒരു നടത്തം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നടത്തമാണ് കേട്ടോ. കാരണം അല്ല, ഒരു കയറ്റമുണ്ട്, ആ കയറ്റം കയറാനാണ് ഭയങ്കര പാട് കേട്ടോ. അതൊരു വല്ലാത്തൊരു കയറ്റമാണ് കേട്ടോ ഈ ഒരു കയറ്റം. ഇനിയും മേലോട്ട് അങ്ങോട്ട് കയറാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു സൺസെറ്റ് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. സമയം ഇപ്പോൾ എന്ന് പറയുന്നത് എന്നിട്ട് 5 മണിയൊക്കെ ആവാറാവുന്നേ ഉള്ളൂ കേട്ടോ. എന്നാലും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സ്വത്തുട്ടാണെങ്കിൽ അത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനാണോ പറയുന്നുണ്ട് വീടാ വെല്ല പോടാന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ ആൾ കേൾക്കുന്ന ആളിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. പിന്നെ ആൾ പോകുമ്പോഴും എന്നെ കൂട്ടിയിട്ടാണ് പോകുള്ളൂ കേട്ടോ. വഴി പറഞ്ഞു തരുന്ന പോലെയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് മതി സ്വത്തുടെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കാട് പിടിച്ചൊരു പറമ്പായി മാറിയിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ. ഇത് ഇങ്ങനെയൊന്നല്ല, പക്ഷേ ഇവിടെ ഇപ്പോൾ മൊത്തം കാട് പിടിച്ചേക്കാണ് കേട്ടോ. മഴയൊക്കെ പെയ്ത കാരണം തോന്നുന്നു. ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, അല്ലാണ്ട് ഈ പറമ്പിൽ കൂടെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. ഫ്രണ്ടിൽ കൂടെ ഒരു വേറെ വഴിയുണ്ട് കേട്ടോ, അതേ കൂടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മുടെ വീടെത്തിയപ്പോൾ ആദ്യം തന്നെ പട്ടിക്കൂട്ടിലേക്ക് പോയിട്ട്, അപ്പോൾ അവിടെയാണെങ്കിൽ നമ്മുടെ പട്ടി പ്രസവിച്ചിട്ട് 3-4 പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെ കളിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നമ്മുടെ സ്വത്തുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്വത്തുട്ടിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇവരെ കണ്ടപ്പോൾ. നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ സ്വത്തിന് വേണം എന്നൊക്കെ ആയിരുന്നു പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ പട്ടിക്കുട്ടികളൊക്കെ കളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ പതിയെ അമ്മേനെയൊക്കെ വിളിക്കാൻ തുടങ്ങി. അമ്മയാണെങ്കിൽ കഞ്ഞിവെള്ളത്തിന് പോയി കണ്ടിട്ടുണ്ടായി. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഇവിടെ പശു പന്നി ഒക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ അവരെ നോക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അമ്മയ്ക്ക് പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വേഗം ഉള്ളിൽ കയറിയിട്ട് നമ്മുടെ വാതിലൊക്കെ തുറന്നു കേട്ടോ. ബാക്കിൽ കൂടെ കയറിയിട്ട് ഫ്രണ്ടിലത്തെ ഡോറ് തുറക്കും, അതാണ് ഐഡിയ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. പിന്നെ സ്വത്തുട്ടിയാണെങ്കിൽ അവിടെ
കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. അതാണെങ്കിൽ നമ്മുടെ ആ ബോട്ടിൽ എന്ന് പറയുന്നത് നമ്മുടെ പുല്ലിന് മരുന്നടിക്കാനുള്ള സ്പ്രേ ബോട്ടിലായിരുന്നു കേട്ടോ. അതിൽ മരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ സ്വത്തൊട്ടിയാണെങ്കിൽ അതെടുത്ത് കളിക്കുന്നുണ്ട് കേട്ടോ. ഞാനവിടെ വെക്കാൻ പറഞ്ഞ് സ്വത്തൊട്ടി അവിടെ വെച്ചു. പിന്നെ ചേട്ടനാണെങ്കിൽ അവിടെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ വേഗം ഉള്ളിൽ കയറിയിട്ട് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ആ കയറ്റം കയറിയപ്പോൾ തന്നെ എനിക്ക് ആ വയ്യാണ്ടായി വിയർത്ത് കുളിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. ആദ്യം വിചാരിച്ചു പോയിട്ട് ചായ വയ്ക്കാമെന്ന് കേട്ടോ. പിന്നെ ചായ വെച്ച് കുടിച്ച് കഴിഞ്ഞിട്ടില്ല പിന്നെ ഒന്നുകൂടിയും വിയർത്ത് വേഗം ഒരു ഉഷാറില്ലാണ്ടേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു പച്ചവെള്ളം തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കപ്പ് വെള്ളം ഞാൻ കുടിക്കാൻ വേണ്ടി എടുത്തോട്ടെ. അതിൽ 3/4 കപ്പ് ഞാൻ വെള്ളം കുടിച്ചു. ബാക്കി ഞാൻ കളയാണ് കേട്ടോ ചെയ്തത്. പിന്നെ സ്വത്തൊട്ടിക്കും ചേട്ടനുള്ള വെള്ളം എടുത്തിട്ട് ഞാൻ അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അങ്ങനെ സ്വത്തൊട്ടി ഞാൻ വെള്ളം കൊണ്ടുകൊടുക്കാനുണ്ട്. സ്വത്തൊട്ടിയാണെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുകയാണുണ്ടായത്. അപ്പം ഞാൻ പറഞ്ഞു എന്ത് വേടേ വെള്ളം കുടിക്കട്ടെ, ഇത്ര കയറ്റം കയറി വന്നതല്ലേ, കുടിച്ചുകൂടി എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിപ്പിച്ചു. പിന്നെ ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ എങ്ങോ ദൂരത്തു നിന്നാണ് വിളി കേട്ടത് കേട്ടോ. അപ്പം ഞാൻ പിന്നെ വന്നിട്ട് കുടിച്ചോളൂ എന്നുള്ള മൈൻഡിൽ അവിടെ വെള്ളം വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് പൂക്കളും കാര്യങ്ങളാണ് കാണിച്ചിരുന്നത്. എനിക്കിതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മുടെ ഒരു പൂന്തോട്ടമാണ് കേട്ടോ. കുറേ ചെടികളുണ്ട് ഇവിടെ. പക്ഷേ എനിക്ക് എല്ലാം ഒന്നും എടുക്കാനായി പറ്റിയില്ല. കാരണം ഇത് കാണുന്നവർക്ക് ഒരു മടുപ്പ് തോന്നിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാറുള്ളത്. എനിക്കതിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്ന് മാത്രം. പൂക്കൾ നല്ല വിരിഞ്ഞ് നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കണം തോന്നിയിട്ടാണ്. അത് കാരണമാണ് ഈ ഒരു വീഡിയോ എടുത്തത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് വീടിൻ്റെ കേട്ടോ. അപ്പോൾ ഇതാണ് തറവാട് വീടെന്ന് പറയുന്നത്. ഇവിടെയാണ് അമ്മ അച്ഛനും താമസിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ സ്വത്തൊട്ടിയാണെങ്കിൽ അവിടെ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കാണ് ഇങ്ങോട്ട് വരിക. പിന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുലിയുടെ ഇലയാണ് കേട്ടോ. എപ്പോൾ വരുമ്പോഴാണെങ്കിലും നമ്മൾ പുലിയുടെ ഇല നല്ല തളിരോടെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളത് പൊട്ടിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ശീലം നമ്മൾ തന്നെയുണ്ട് സ്വത്തൊട്ടിക്ക് പറഞ്ഞു കൊടുത്തത്, വേറെ ആരുമല്ല നമ്മളൊക്കെ തന്നെ. ചെറിയ കുട്ടിയിൽ നമ്മൾ അവരുടെ നവരസങ്ങൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നും നാവിൽ വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ സ്വത്തൊട്ടിയാണെങ്കിലും ഞാനാണെങ്കിലും ചെറുപ്പത്തിൽ അതേപോലെയൊക്കെ ചെറുപ്പത്തിനല്ല നമ്മൾ എപ്പോഴാലും പുലിയുടെ ഇല കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ തിന്നാറുണ്ട് കേട്ടോ. എനിക്ക് പറയാനൊന്നും മടിയൊന്നുമില്ല. അപ്പോൾ സ്വത്തൊട്ടിയാണെങ്കിൽ പുലിയുടെ ഇല ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചേ കഴിക്കുള്ളൂ, പക്ഷേ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വത്തൊട്ടിക്ക് ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, സ്വത്തൊട്ടി ഇപ്പോൾ ഒരു സ്വത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ കൊമ്പൊക്കെ പിടിച്ചൊന്ന് കൊലിക്കുന്നതാണ് കേട്ടോ. നല്ല റിയാക്ഷൻ കാണും എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ സ്വത്തൊട്ടി വലിയ റിയാക്ഷനൊന്നും കണ്ടില്ല അവൻ്റെ മുഖത്തൊന്നും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നിന്നു, അല്ലാണ്ട് വേറെ ഒരു റിയാക്ഷനും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ചമ്മിപ്പോയി എന്ന് പറയുകയാണെങ്കിൽ ചമ്മിപ്പോയി കേട്ടോ. മഴ പെയ്തിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കുലിക്കുമ്പോൾ ആ തുള്ളികളൊക്കെ വീഴുമ്പോൾ അവൻ്റെ മുഖത്ത് റിയാക്ഷൻ അല്ലെങ്കിൽ അവൻ തുള്ളിച്ചാടുന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എവിടെ ആൾ തുള്ളിച്ചാടിയൊന്നും ഇല്ല കേട്ടോ. ആൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നല്ലാണ്ട്. പിന്നെ അപ്പോൾ എനിക്ക് തലയൊക്കെ നനഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ തോർത്തി കൊടുത്തോട്ടെ. എനിക്ക് പേടിയാണ്, പെട്ടെന്നായിരിക്കും പനി കാര്യങ്ങളൊക്കെ സ്വത്തൊട്ടിക്ക് വരിക കേട്ടോ. പിന്നെ സ്വത്തൊട്ടി എന്ത് ചെയ്തു, വേഗം പോയി റൂമിൽ പോയിട്ട് ഷട്ടിലും കൊക്കൊക്കെ എടുത്ത് വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഷട്ടിൽ കളിക്കാറുണ്ടായിരുന്നു കേട്ടോ. അച്ഛമ്മേനെയും കഞ്ഞോളം എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വത്തൊട്ടി വെള്ളത്തിൽ പോയിട്ടുള്ള നമ്മുടെ കോക്കെടുക്കലാണ് കേട്ടോ. ഞാൻ പറയുന്നുണ്ട് ഈ വഴിക്കൂടെ വെള്ളത്തിൽ ചവിട്ടി പോവലടാന്ന് പറയുന്നുണ്ട്. ഇവിടെ ആൾ കേൾക്കണത് ആളതേ ആ വെള്ളത്തിലെല്ലാം ചെളിഞ്ഞ് ചവിട്ടിയിട്ട് പിന്നെ അവസാനം കോക്കെടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ കളിക്കേണ്ട ഇടയിൽ ഒരുമാതിരി സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നോക്കിയപ്പോൾ എന്താ നമ്മുടെ മീനുകൾ കിടന്ന് ചാടി കളിക്കണതാണ് കേട്ടോ. നമ്മുടെ മീനുകൾ അത്യാവശ്യം വലിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. രാത്രി ഇത് നമ്മൾ അറിഞ്ഞതേ ഇല്ല കേട്ടോ. അച്ഛമ്മ കഞ്ഞോളൊക്കെ എടുത്ത് വന്ന് ഞങ്ങൾക്ക് ചായ വെച്ചൊന്ന് കൊള്ളിവത്തല കൂട്ടിയിട്ട് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വർത്താനമൊക്കെ പറയുന്നപ്പോൾ തന്നെ ടൈം കുറച്ചായിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വലിയച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു വണ്ടി കൊണ്ട് കേട്ടോ. അപ്പോൾ ആളുടെ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ വീട്ടിലോട്ട് വരുന്നത്. ആളുടെ വീട്ടിലോട്ട് പോകണ വഴിക്ക് നമ്മളവിടെ ഡ്രോപ്പ് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങളവിടെ റോട്ടിൽ ഇറങ്ങിയിട്ട് കുറച്ചങ്ങോട്ട് നമുക്ക് നടക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഞങ്ങളിത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇരുട്ടാണ്, കാണുന്നില്ല ഞങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും